ഇന്ന് ഓഗസ്റ്റ് 8. സോ എന്നത്തെയും പോലെ ഇന്നത്തെയും കുറിച്ച് മേജർ സയന്റിഫിക് ആൻഡ് ഹിസ്റ്റോറിക്കൽ ഇവന്റ്സ് പരിചയപ്പെടുന്ന മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫസ്റ്റ് വൺ, 2007 ഓഗസ്റ്റ് 8 ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ ആദ്യത്തെ അധ്യാപികയായി ബാർബറ മോർഗൻ US വിക്ഷേപിച്ച US സ്പേസ് ഷട്ടിൽ എൻഡവറിൽ സുരക്ഷിതമായി എത്തിച്ചേർന്നത്. US-ൽ ഐഡഹോയിലെ സ്കൂളിൽ പ്രധാന അധ്യാപികയായിരുന്നു മോർഗൻ. 1998 കാലഘട്ടത്തിൽ ഹ്യൂസ്റ്റണിൽ നിന്നായിരുന്നു മോർഗൻ തന്റെ ബഹിരാകാശ യാത്ര പരിശീലനം നേടിയിരുന്നത്. ഫ്ലൈറ്റ് സമയത്ത് മോർഗൻ ഐഡഹോയിലെ തന്റെ സ്കൂളിലെ വിദ്യാർത്ഥികളുമായി സംസാരിച്ചു. സെക്കൻഡ് വൺ, 2005 ഓഗസ്റ്റ് 8 US എനർജി പോളിസി ആക്ട് പ്രസിഡന്റ് ജോർജ് W. ബുഷ് ഒപ്പുവെച്ചത്. വിവിധ തരത്തിലുള്ള ഊർജ്ജ ഉൽപ്പാദനത്തിന് ടാക്സ് ഇൻസെന്റീവ്സും ലോൺ ഗ്യാരണ്ടികളും ഈ നിയമം നൽകുന്നു. 1700-ലധികം പേജുകളുള്ള ഈ നിയമം കോംപ്രഹെൻസീവ് ആൻഡ് ലോങ് റേഞ്ച് എനർജി പോളിസി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഉദ്ദേശിച്ചുള്ളതാണ്. നൂറുകണക്കിന് വ്യവസ്ഥകൾക്കിടയിൽ ട്രഡീഷണൽ എനർജി പ്രൊഡക്ഷനും അതേപോലെ പുതിയ കൂടുതൽ കാര്യക്ഷമമായ ഊർജ്ജ സാങ്കേതിക വിദ്യകൾക്കും സംരക്ഷണത്തിനും ഇത് പ്രോത്സാഹനങ്ങൾ നൽകി. തേർഡ് വൺ, ആറ്റോമിക് എനർജി കോൺഫറൻസ്. 1955 ഓഗസ്റ്റ് 8 ഐക്യരാഷ്ട്രസഭയുടെ ആഭിമുഖ്യത്തിൽ ആറ്റോമിക് എനർജിയുടെ സമാധാനപരമായ ഉപയോഗത്തെക്കുറിച്ചുള്ള ജനീവ സമ്മേളനം ആരംഭിച്ചത്. ഓഗസ്റ്റ് 20 സമ്മേളനം അവസാനിച്ചപ്പോഴേക്കും നൂറുകണക്കിന് പ്രബന്ധങ്ങൾ വായിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തു. സമ്മേളനത്തിന് അധ്യക്ഷനായി ഡോക്ടർ ഹോമി ഭാഭയെ തിരഞ്ഞെടുത്തു. ന്യൂക്ലിയർ എനർജിയുടെ വിവിധ ഉപയോഗങ്ങൾ പ്രത്യേകിച്ച് വൈദ്യുതി ഉൽപ്പാദന മേഖലയിൽ പരിഗണിക്കപ്പെട്ടു. സമാധാനത്തിനായുള്ള ആറ്റങ്ങളെക്കുറിച്ചുള്ള UN ജനറൽ അസംബ്ലി പ്രമേയത്തിന് അനുസൃതമായി പ്രവർത്തിച്ചുകൊണ്ട് 1955 ഫെബ്രുവരി 1 UN സെക്രട്ടറി ജനറൽ ഡാഗ് ഹമർസ്കോൾ 84 രാജ്യങ്ങൾക്ക് പങ്കെടുക്കുവാനുള്ള ഇൻവിറ്റേഷൻസ് അയച്ചു. ഫോർത്ത് വൺ, സ്റ്റീം ലോക്കോമോട്ടീവ്. 1829 ഓഗസ്റ്റ് 8 US-ലെ റെയിൽ റോഡ് ഉപയോഗത്തിനായുള്ള ആദ്യത്തെ സ്റ്റീം ലോക്കോമോട്ടീവായ സ്റ്റോർബ്രിഡ്ജ് ലയൺ അമേരിക്കയിൽ അതിന്റെ ആദ്യ ഓട്ടം നടത്തിയത്. 10 മൈൽസ് പെർ അവറിലാണ് ഇത് സഞ്ചരിച്ചത്. ഒരു ഗ്രാവിറ്റി റെയിൽവേ എന്ന നിലയിൽ ഇതിനകം നിലനിന്നിരുന്ന ഇരുമ്പ് കൊണ്ടുള്ള തടി ട്രാക്കുകൾ കൂടി കാർബോണ്ടയിലെ ഖനികളിൽ നിന്ന് പെൻസിൽവാനിയയിലെ ഹോൺസ്ഡെയിലിലെ കനാൽ ടെർമിനൽസിലേക്ക് കൽക്കരി കൊണ്ടുപോകാൻ ഉപയോഗിച്ചു. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ വിദേശ നിർമ്മിത ലോക്കോമോട്ടീവായിരുന്നു ഇത്. അതുപോലെ ബ്രിട്ടന് പുറത്ത് പ്രവർത്തിക്കുന്ന ആദ്യത്തെ ലോക്കോമോട്ടീവുകളിൽ ഒന്നാണിത്. ഡെൽവെയർ ആൻഡ് ഹഡ്സൺ കനാൽ പദ്ധതിയുടെ ചീഫ് എഞ്ചിനീയർ ജോൺ ബ്ലൂംഫീൽഡ് ജെർവിസ് തയ്യാറാക്കിയ സ്പെസിഫിക്കേഷൻസ് അനുസരിച്ച് ഹഡ്സൺ റെയിൽറോഡ് കമ്പനിക്ക് വേണ്ടി ഇംഗ്ലണ്ടിലെ സ്റ്റോർബ്രിഡ്ജിലെ ഫോസ്റ്റർ റാസ്ട്രിക് ആൻഡ് കമ്പനിയാണ് 7 ടൺ ഭാരം വരുന്ന ഈ എഞ്ചിൻ നിർമ്മിച്ചത്. തുടക്കത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചെങ്കിലും എഞ്ചിന്റെ ഭാരക്കൂടുതൽ ട്രാക്കിന് താങ്ങാവുന്നതിലും അപ്പുറമായപ്പോൾ പിന്നീട് ഇത് ഉപയോഗിക്കാൻ സാധിച്ചില്ല. അങ്ങനെ 1890 സ്മിത്സോണിയൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഏറ്റെടുത്ത ഇവ നിലവിൽ ബാൾട്ടിമോറിലെ ബിയാൻഡോ റെയിൽ റോഡ് മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഒട്ടനവധി പ്രത്യേകതകളുള്ള ഈ ദിവസത്തിലെ കുറിച്ച് പ്രധാനപ്പെട്ട ഇവന്റ്സ് മാത്രമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. സോ ഇതേപോലെ മറ്റു പല ഇവന്റ്സും നിങ്ങൾക്കറിയാമെങ്കിൽ കമന്റ് ചെയ്യുക. താങ്ക് യു.